ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനം ഏതെങ്കിലും ഒരു സമയത്ത് സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ നോക്കുന്ന സമയത്ത് പലരും അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പറയാറുണ്ട്. അതായത് ഡോറ് മാറിയ വാഹനമാണ്, അതല്ലെങ്കിൽ ഹുഡ് മാറിയ വാഹനമാണ്, ഡിക്കി മാറിയ വാഹനമാണ്, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. ഇങ്ങനെ മാറിയ വാഹനത്തിന് മാർക്കറ്റ് വാല്യൂ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ വില കുറച്ച് കുറയും. എന്തുകൊണ്ടാണ് ശരിക്കും ഡിക്കി മാറി, അല്ലെങ്കിൽ ഡോറ് മാറി, അല്ലെങ്കിൽ ഹുഡ് മാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ വില ഇടിയേണ്ട കാര്യമുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ ഇടിയാണെങ്കിൽ എന്താണ് കാര്യം? പുതിയ ഡോർ വെച്ചത് നല്ല ഡോർ അല്ലേ? അല്ലെങ്കിൽ ആ ഡോറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണോ? അല്ലെങ്കിൽ ആ ഹുഡിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണോ? ഇങ്ങനെ ഒരുപാട് പേർക്ക് സംശയം തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിന്റെ പുറമേ ഉള്ള കാര്യം എന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം. അതായത് ഇപ്പം ഒരു വാഹനത്തിന്റെ ഡോർ മാറിയെന്ന് വെക്കുക. അത് ഡോർ മാറിയത് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഡോർ തുറക്കുമ്പോഴത്തേക്കും ഈ ഒരു കമ്പനി വരുന്ന പേസ്റ്റിംഗ്, ഈ ഒരു പേസ്റ്റിംഗ് ഒരിക്കലും നമുക്ക് രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആകത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ പറയുന്നത്, പെർഫെക്ഷൻ ഒരിക്കലും കിട്ടത്തില്ല രണ്ടാമത് നമ്മളത് സീൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പേസ്റ്റിംഗ് കൊടുക്കുന്നത് രണ്ടാമത് ചെയ്യുമ്പോൾ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അത് രണ്ടാമത് ചെയ്തതാണെന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് ഈ വാഹനത്തിന് എന്തെങ്കിലും ദോഷവശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് വില ഇടിയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാഹനം വന്ന് ഇടിച്ചു, ഇടിക്കാതെ ഒരു കാരണവശാലും ഡോറ് പോകത്തില്ല. ചെറിയ ഹിറ്റ് ആകാം, ചെറിയ ഹിറ്റ് കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഡോറ് മാറത്തില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇനിയിപ്പോ ഹുഡ് ആണെങ്കിൽ തന്നെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല രീതിക്ക് ഒരു ഇടി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു വാഹനത്തിന്റെ ഹുഡ് മാറത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വിഷയമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിന്റെ വില കുറയുന്നത്. അതായത് ഒരു വാഹനത്തിന് നല്ലൊരു ഇമ്പാക്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ആ ഒരു പാർട്സ് മാറത്തുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. ഡോറ് മാറി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോറിന് പ്രശ്നമുണ്ടെന്നല്ല ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ മാറിയ ഡോറിന്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇത് പ്രോപ്പർ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നാളെ അവിടെ കൊണ്ട് തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡോർ എന്ന് പറഞ്ഞാൽ രണ്ട് പോർഷൻ ആണ്. ഇതൊരു പാനല്, ഇതൊരു പാനല്. രണ്ട് പോർഷൻ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പോർഷൻ ആണ് ഇവിടെ അത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു പേസ്റ്റിംഗ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ അവിടം കൊണ്ട് തുരുമ്പെടുക്കാനുള്ള ചാൻസസ് കൂടും. അതായത് നമ്മുടെ വാഹനത്തില് ഏതെങ്കിലും രീതിക്ക് ആ ഡോറിന്റെ അവിടെ നിന്നോ ഡോറിന്റെ താഴത്തെ പോർഷനിൽ നിന്നോ ഒക്കെ റസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി തുരുമ്പെടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതും ഒരു ഇഷ്യൂ ആണ്. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് വാഹനത്തിന്റെ വില ഇടിയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ഇമ്പാക്ട് ആണ്. അതായത് ഇടിയുടെ ഇമ്പാക്ട് കൊണ്ടാണ്. ഇപ്പൊ ഒരു വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടി, ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു, അതിപ്പോ തേങ്ങ വീണാലും മതി, എന്നാ നേരെ എന്ന് ഇടിച്ച് ഒരാൾ വന്ന് ഗ്ലാസിന്റെ പുറത്തോട്ട് വീഴുന്നതും ആകാം. അപ്പൊ ഇത് അസംഷൻസും ഉണ്ട് ഇതിനകത്ത്, കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ഡോർ മാറുന്നത് ഒരു ബൈക്കാരൻ കൊണ്ടുവന്ന് നേരെ കയറ്റി ഈ ഒരു പോർഷനൊക്കെ ചളിങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഈ ഡോർ ലെവൽ ചെയ്തെടുക്കാൻ പറ്റാതെ വരും. അന്നേരമാണ് മാറുന്നത്. അതുകൊണ്ട് ഡോർ മാറി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു വാഹനത്തിന്റെ വില അങ്ങനെ ഇടിയത്തില്ല. പക്ഷെ ഇടിയുന്നതിന്റെ പ്രധാന കാര്യം ഞാൻ ഈ പറഞ്ഞതാണ്. അതായത് മേജർ ആയിട്ടുള്ള ആക്സിഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വാഹനത്തിന്റെ വില കുറച്ചെന്ന് പറയുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ ഇനിയിപ്പം കുറച്ച് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും, ഡോർ മാറിയോ എന്ന് എടുക്കണ്ട. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോർ മാറിയ വാഹനമാണെങ്കിൽ എടുക്കാൻ പാടില്ല, അത് മോശമാണ് അല്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത്. സംഭവം ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട്